ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംജന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചെറിയൊരു 3-4 അപ്ഡേറ്റുകളാണുള്ളത്. എത്രയും പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്നതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകൻ സൂര്യ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ 44 എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് തന്നെ റബ്ബറൊക്കെ കൊടുത്തിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ റബ്ബറൊക്കെ കണ്ട സമയത്ത് എല്ലാം പറയുന്നത് കേരളമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് ഇതിന്റെ ഷൂട്ട് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ എന്തോ ഒരു പ്രധാനപ്പെട്ട ഭാഗം കേരളത്തിൽ നടക്കുന്നൊക്കെ സംഭവം ഉള്ളത് തന്നെയാണ്. എന്തായാലും ആ സിനിമയുടെ ഭാഗമായി തൊടുപുഴയിലേക്കാണ് താരം വരുന്നത്. ഈ കഴിഞ്ഞ 25-26 ദിവസങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഡേറ്റിന് ചെറിയ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ ഒഫീഷ്യലായിട്ട് കറക്റ്റ് ഡേറ്റ് കിട്ടിയിട്ടില്ല. എന്തായാലും ആ കേരളത്തിൽ തൊടുപുഴയിൽ വന്നതിന് ശേഷം അടുത്ത ഷെഡ്യൂൾ തേനിയിൽ ചിത്രീകരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പുള്ളിക്കാരൻ വരട്ടെ, അത് വലിയ ഓളം സൃഷ്ടിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇന്ന് പുള്ളിക്കാരൻ എത്തി എന്നുള്ള രീതിയിലൊക്കെ ചില വാർത്തകൾ കേട്ടിരുന്നു. പക്ഷെ അത് ഫേക്ക് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ന്യൂസോ മറ്റു സംഭവങ്ങളോ അതിനെക്കുറിച്ചുള്ളത് പുറത്തു വന്നിട്ടില്ല. പക്ഷെ വരും എന്നുള്ളത് ഉള്ള കാര്യമാണ്. രണ്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് സിനിമകളിൽ ഒന്നാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഈ സിനിമയുടെ ഫാൻ ഷോ ടിക്കറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്ന തിയേറ്ററിലില്ല. പകരം ഗാലക്സിയിലാണ് പ്രാവശ്യം. പൂക്കോട്ടും പാടം ഗാലക്സിയിലാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഫാൻ ഷോ കിട്ടിയിരിക്കുന്നത്. ലിയോം അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു. പിന്നീടാണ് ഫസ്റ്റ് ഷോ ഇവിടെ വന്നത്. ഫാൻ ഷോ ഇല്ലായിരുന്നു നിലമ്പൂര്. എന്തായാലും 6 മണിക്കാണ് ഈ ഷോ കിട്ടിയിരുന്നത്. ഫസ്റ്റ് ഷോ മോർണിംഗ് ഷോ 6 മണിക്ക്. ഓക്കെ, തമിഴ്നാട്ടിൽ 9 മണിക്കായിരുന്നു. എന്നാൽ തലപതി ഗോട്ട് തിരുവിഴ ഇപ്രാവശ്യം 4 മണിക്കാണ് പറഞ്ഞത്. പുലർച്ചെ 4 മണിക്ക്. എന്റെ പൊന്നു, എങ്ങനെ പോകുന്നതാണ്? ഇവിടുത്തെ ടൈം മാറ്റിയിട്ടില്ല. മാറ്റിയാൽ മതി എന്നൊരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. കാരണം ലിയോ ഇതുപോലെ ആദ്യം 8 മണിക്ക് എങ്ങാണ്ട് പറഞ്ഞു, പിന്നെ 7 മണിക്ക്, പിന്നെ 6 മണിക്ക്, അങ്ങനെ ആയിരുന്നു അതിന് ടൈം ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ ഇതും 4 മണിക്ക് തന്നെ ആക്കിയാൽ ആദ്യമേ കണ്ട് ആ ഒരു എത്ര നേരത്തെ വന്ന് അത്രയും നേരത്തെ പോയി കാണുന്നുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ സാധനം, എന്താ പറയാ, ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് 4 മണിക്ക് ആക്കിയാൽ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥന മാത്രമാണുള്ളത്. രണ്ട്, നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ചിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ മുഴുവൻ ഈ മിഷൻ ഇമ്പോസിബിൾ പോലെയാണ് ചെയ്തിരിക്കുന്നതാണ് വാർത്ത. കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ്: മിഷൻ ഇമ്പോസിബിൾ സ്റ്റൈലിൽ ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിരിക്കും നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആക്ഷൻ സീനുകളിലൊന്നും ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടില്ലെന്നും എല്ലാം വിജയ് സാർ സ്വന്തമായി ചെയ്തതാണെന്നും സ്റ്റൺ മാസ്റ്റർ ദിലീപ് സുബ്ബരായൻ പറഞ്ഞു. ഗലാട്ടയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് സുബ്ബരാജന്റെ പ്രതികരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ബൈക്ക് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റഷ്യയിലൊക്കെ വെച്ച് നടക്കുന്ന വലിയ സംഭവമാണ്. ഇതൊരു മാരകമായിട്ടുള്ള സാധനമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താ നമുക്കറിയില്ല. 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സംഘട്ടന രംഗം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അതൊരു കിടുക്കാച്ചി സാധനമാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിലെ എല്ലാ ആക്ഷൻ സീക്വൻസും ഇപ്പൊ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള, എന്താ പറയുക, നമ്മൾ വിചാരിച്ചേക്കാൾ വലിയ സാധനമാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോ അതൊരു കിടിലൻ സിനിമ ആകട്ടെ. എന്താണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ആദ്യത്തെ അപ്ഡേറ്റ് വെച്ച് നോക്കി അത് കൈവിട്ടു പോകുന്നുള്ള പേടിയുണ്ട്. എന്തായാലും വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു പോസ്റ്ററാണ് പുഷ്പ 2. ഇനി വെറും 100 ദിവസം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് ആ പോസ്റ്റർ. അപ്പോ എന്തായാലും പുഷ്പ 2 പുള്ളിക്കാരൻ ഒരു ഫുൾ റെഡ് ലൈറ്റിൽ തിരിഞ്ഞു നിൽക്കുന്ന, സൈഡിലേക്ക് നോക്കി നിന്ന ഒരു ഫോട്ടോ. കണ്ണൊക്കെ ഏതോ പുലിന്റെ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും കൈയൊക്കെ പൊക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ പുള്ളിക്കാരൻ അറിയാലോ, ജസ്റ്റ് ആ സ്വാഗ്, ആ ഒരു സ്റ്റൈൽ, അത് തന്നെ ഭയങ്കരമാണ്. അത് പുറം തിരിഞ്ഞാലും ശരി, സൈഡിൽ നിന്നാലും ശരി, നേരെ വന്ന് ചിരിച്ചാലും ശരി, എന്ത് ചെയ്താലും അത് അല്ലു അർജുൻ മാജിക് അവിടെ ഉണ്ട്. അത് തന്നെയാണ് ഈ പോസ്റ്ററിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോ ഒരു 100 ദിവസം 3 മാസം കാത്തിരിക്കണം. അടുത്തത് കൂലി എന്ന് പറയുന്ന ലോകേഷിന്റെ അടുത്ത സിനിമ. നമ്മുടെ രജനീകാന്തിന്റെ നായകനായിട്ട് ചെയ്യുന്ന സിനിമ. ഇത് LCU ആയിട്ട് യാതൊരു ബന്ധമില്ലൊക്കെ പറഞ്ഞെങ്കിലും ഈ അഥവാ വന്നാലോ എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ കാരണം ലിയോ അതുമായിട്ട് ഉണ്ടാവില്ല എന്നൊക്കെ രീതിയിൽ വാർത്ത വന്നു. പക്ഷെ ഇത് പുള്ളിക്കാരൻ തന്നെ എന്തായാലും ഇത് LCU അല്ലാതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ വെറുതെ പ്രതീക്ഷിക്കണ്ട അല്ലെ. എന്തായാലും ഇതിന്റെ ക്യാരക്ടർ, എന്താ പറയാ, അനൗൺസ്മെന്റ് നടക്കുന്നു പറയുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം സൗബിൻ ഷാഹിർ. സൗബിൻ ഇൻ ദയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടൊരു കീടിലം പോസ്റ്റർ ഉണ്ട്. അതായത് ഗോൾഡിലുള്ള റോളക്സ് വാച്ച് ആയിരിക്കാം എന്തോ. അപ്പൊ ഒരു ഗോൾഡിലുള്ള വാച്ചിലേക്ക് നോക്കി സിഗരറ്റൊക്കെ അവിടെ കടിച്ചു പിടിച്ച് നോക്കിക്കുന്ന ഒരു സാധനമാണ്. അപ്പോ സൗബിന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം. അതെ. അപ്പൊ എന്തായാലും ആ ഡെബ്യൂട്ട് ഫിലിം അല്ലെ, അത് ലോകേഷിന്റെ വക തന്നെ ആകുമ്പോൾ നമ്മളവിടുന്ന് ഒരുപാട് മലയാളി താരങ്ങൾ, ഫഹദ് ഫാസിൽ അടക്കം പോയി വേറെ ലെവൽ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള ആളാണ്. സൗബിനെ സംബന്ധിച്ചിടത്തോളം സൗബിൻ ഒരു കീടിലൻ പെർഫോമർ ആണ്. പോരാത്തിന് ഇതിന് തോന്നുന്നു ഇതിൽ വില്ലൻ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആവാനാണ് സാധ്യത. അങ്ങനെ വില്ലനായിട്ടൊക്കെ വന്ന പുള്ളി
കയറി നെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ലോകേഷിന്റെ കയ്യിലേക്ക് കിട്ടിയ ലോകേഷിന്റെ സ്ക്രീനിൽ വരുമ്പോൾ ഒരു മാജിക് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും കാണിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ഈ സൗബിൻ. കാരണം നമ്മൾ ഭീഷ്മയിൽ കണ്ടിട്ടുണ്ടാവുക ഗേറ്റ് ഒക്കെ തുറന്ന മഴയത്ത് ഇങ്ങനെ വരുന്ന ഒരു സാധനം ഉണ്ട്, അതൊക്കെ ഗംഭീര സാധനമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സാധനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൂലി അപ്ഡേറ്റ്സ് ബിഗിൻ ഇൻട്രൊഡ്യൂസിങ് സൗബിൻ ഷാഹിറാസ് ദയാൽ എന്ന് പറഞ്ഞിട്ടാണ് സാധനം കൊടുത്തിരിക്കുന്നത്. സോ ഫുൾ ബ്ലാക്ക്, എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ഈ കൂലി എഴുതിയിരിക്കുന്നതും ഗോൾഡും മറ്റ് ദയാൽ എഴുതിയിരിക്കുന്ന വേർഡും മാത്രം സ്വർണ്ണ കളർ. ഭയങ്കരമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്തരം അപ്ഡേറ്റുകളെ പ്രധാനമായിട്ട് പറയാനുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തോന്നിയിട്ടുള്ള അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളതും ആരുടെ സിനിമയാണെന്നുള്ളതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ആ മണി ഒന്ന് കിലുക്കിയിട്ട് പോവുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.